ഓം രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. രാമ 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 ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ. യാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരൂ. നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാമൂലം ഗതിപ്രദം. ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാധി പ്രമുഖരായുള്ളവർ. മുൻപിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപിൻപേ സുമിത്രാത്മജൻ അംഗദോപരി. സുഗ്രീവനെന്നെ പിരിയാതരികമേ നിർഗമിച്ചിടുക മറ്റുള്ള വീരനും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവസൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിധരനും. ചൊല്ലുള്ള വാനര നായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുത്. ആടലുണ്ടാകരുതാർക്കും വഴിക്കടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാകെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ.
ആർത്തു വിളിച്ചു കളിച്ചു കുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്ഥയാ വേഗാൽ നടന്നു തുടങ്ങിന ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവികുലം ദക്ഷിണ സിന്ധുതന്നുത്തര തീരവും ബുക്ക് മഹേന്ദ്രാചലാന്തികേ വേവിനാർ മാരുതി തന്നെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരിധീതീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശുനാം വാരിയുമുത്തു സന്ധ്യാവന്ദനം ചെയ്ത് വാരാം നിധിയെ കടപ്പാൻ ഉപായവും വീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാത കൽപ്പിക്ക വേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാർ ഉപദ്രവിച്ചിടൂ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഘ ഭയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം അത്യുന്നതതരംഗം അഗാധമഗാധമിതുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്ന് എങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാരാമപാർശ്വേ മരുവിനാർ ചന്ദ്രനുമപ്പോടുദിച്ചു പൊങ്ങിയിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷ ഭയക്രോധ ലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കണ്ടിലോ സംഭവിക്കുന്നതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാവരൻ പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താൽ ബുധന്മാരുടെ മതം. രാവണാദികളുടെ ആലോചന. അക്കഥ നിക്കഥ ശരഥപുത്രരുമർക്കാത്മജാതികളായ കവികളും വാരാം നിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പകർന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ നമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം ബുക്കിരുന്നീടിനാൻ ആതിഥേയ സുരേന്ദ്രാദികൾക്കും
അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാൻ അവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലു കൂടുവന്നകം പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുഭവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേ. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ധിതന്നുത്തരതീരെ മരുവുന്ന കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികളൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്ക് ചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ അധമവും യുദ്ധം ത്രിവിധമായുള്ളൂ വിചാരവും. സാധ്യമിതമിതം ദുസ്സാധ്യമാവിധം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ. തമ്മിലന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നും ഉറച്ചൊന്നിച്ചു കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതു തീരുവാനായി പ്രതിവാദിച്ചനന്തരം നല്ലതിതെന്നകമത്യമായി വരൂ. ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവത് മധ്യമമായുള്ള മന്ത്രമതെന്നിയെ. ചിത്താഭിമാനേന താൻ പറഞ്ഞതും സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞത് ബോധിച്ചു മറ്റേവനും പറഞ്ഞിർഷയാ. കാലുഷ്യചേതസ കൽപ്പിച്ചുകൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ട് പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോന്നധമം അതെത്രയും. എന്നാൽ ഇവിടെ നമുക്ക് എന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നെത്രയും ഓർത്തോളം ഉള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ എന്നൊരാകുലമെന്തു ഭവിച്ചതു മനസ്സേ. മർത്യനാം രാമൻകിൽ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അദ്ഭുതം. വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാവിനിക്ഷിപ്യ പത്തനെ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനിനാദനതോർക്ക നീ. വിത്തേശനെ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരെ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അദ്ഭുതമെത്രയും ഓർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ? കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിൽ ജയിച്ചില്ലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോധവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലിണമോ.
കൈലാസശൈലമിളക്കിയെടുത്തുടനാനോ ആലോലം അമ്മാനവാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ. മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവദ്ബലമാലോക്യ ഭീതി കലർന്നു മരുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണാൽ ഏതുമൊരാമയമെണ്ണിയേ പൊയ്ക്കൊണ്ടതും അവൻ. ഞങ്ങളാരാലും അറിഞ്ഞാകിലെന്തുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ. മാനമോടിന്നിനി ഞങ്ങളിലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കിൽ വാനരജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും ഭാരമിളപ്പം നമുക്കതു ഉൾത്താരിലോത്തരുളേണം. ജഗത് പ്രഭു നത്തഞ്ചരവരരിദ്ധം പറഞ്ഞളവർ ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. രാവണ കുംഭകർണ സംഭാഷണം. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നൂഢമോദം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നത്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേകസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ വരൻ. സീതയാകുന്നതു ലക്ഷ്മീ ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരും. ഇതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതൗവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാലുമടങ്ങുകയില്ലത് വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അപനയം നീ അതു നാട്ടിലുള്ളോർക്കുമാപത്തിനായി നിർണയം. ഞാൻ ഇതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുപോം മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നീടുമാപത്തു നിർണയമോർത്തുകാൾ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന്
വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കെ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാദരാൽ, മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ആശു വരുവൻ അനുജ്ഞയ ചെയ്യിലും നാശരാധീശ്വരനോടു ചൊല്ലിടിനാൻ. രാവണ വിഭീഷണ സംഭാഷണം. നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തിദശാനനൻ ചൊന്നാനവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദശാനന, കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലതു ചൊല്ലണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ, രാമനോടി ത്രിലോകത്തിങ്കൽ നത്തൻ ജരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തഘ്നയജ്ഞാന്തകാദികളും തഥാ. കുംഭകർണൻ ജംബുമാലി പ്രജംഘനും കുംഭൻ നികുംഭന ഗംഭനൻ. ഗംഭനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശിരസധികായനും. വേദാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും യുവാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും. ഇന്ദ്രന് സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനു മാമല്ലവനടോ. നേരെ പൊരുതു ജയിപ്പതിന്നാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല, കേളാരം നറിവാനുമാമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ, വൈവസ്വതനും നിർതിയുമല്ല കേൾ. പാശയുമല്ല ജഗത്പ്രാണനല്ല, വിദ്വേഷനുമല്ല വനീശാനനുമല്ല. വേധാവുമല്ല ഭുജംഗാധിപനുമല്ല, ആദിത്യരുദ്രവസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ, മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയകാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ, പന്നിയായി മന്നടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാനിരുപത്തൊരു തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ. അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നതു നിന്നെ ഒടുക്കുവാനെന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടായെന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവൻ.
സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിത വത്സലൻ അംബുജലോചനൻ ഈശ്വരനിന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തം തിരുവടി തൻ പദം നിത്യമായി സേവിച്ചുകൊള്ളുക മടിയാതെ മൈഥിലീ ദേവിയെ കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാശുരക്ഷിക്കുന്നു ചൊല്ലിയ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുവേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നുടയാകരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടി വെച്ചു കല്ലാമഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ ത്രയംബകം വില്ലു ഖണ്ഡിച്ചു സീതയാമ്മയിൽ മിഴിയാളയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അദ്ഭുതം പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നവിടേക്കു വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വന്ഹിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കെ തവ നന്നാകന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥ തന്വങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടുമമാത്യന്മാർ ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നെ ദുർനയം കൊണ്ടു വരുന്നതിനിന്നു നാളല്ല ഭോഗം വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ അന്നേരമോർത്താൽ ഫലമില്ല മന്നവ രാമശരമേറ്റു മൃത്യു വരും നേരം ആമയമുള്ളിലെനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർ മകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള വടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിന്നോർക്ക നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വൻപനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമ
എന്നോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികളെന്നതു ഓർക്ക നീ. രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ, സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങുല. കൊണ്ടൽ നേർവർണ്ണനു ജാനകീ ദേവിയെ കൊണ്ടു കൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയേ നൽകുക ദേവിയെ, വംശം മുടിച്ചു കളയായിക വേണമേ. ഇതം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോടു ചൊല്ലിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകിലാശു നീ, വധ്യനാം എന്നാൽ അതിനില്ല സംശയം. രാത്രിഞ്ചരാധിപനിത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവപാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാൽക്കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായവനിത്തം നിരൂപിച്ചു പുറപ്പെട്ടു. ദാരധനാലയമിത്രഭൃത്യൗഘവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം. മാനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായി വാണു വണങ്ങിനാനഗ്രജൻ തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാനേരം, ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ. രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയമിങ്ങതിനില്ലെന്നു നിർണയം. പോകായിലോ മമ ചന്ദ്രഹാസത്തിനിന്നേകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ, താവകമായ നിയോഗമനുഷ്ഠിപ്പൻ ആവതെല്ലാം അതു സൗഖ്യമല്ലോ മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥകളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായ ജനകാലേ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായും മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികൾ അങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവനിയിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ? ആശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ.
വിഭീഷണന്റെ ശരണപ്രാപ്തി. രാവണൻ തൻ നിയോഗേന വിഭീഷണൻ ദേവദേവേശപാദാബ്ജസേവാർത്ഥമായി ശോകം വിനാനാലമാത്യന്മാരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിന്നേരെ മുകളിൽ നിന്നുച്ചൈസ്തരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാനെത്രയും ഭക്തി വിനയ വിശുദ്ധമതിസ്ഫുടം. രാമ രമ രമണാദിലോകീപതേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നുട സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിടകൊണ്ടേൻ ദയാനിധേ. നാംനായ മൂർത്തി രഘുപതേ ശ്രീപദേ നാംനാ വിഭീഷണൻ ദുർഭക്ത സേവകൻ. ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകന്നവോളമേറ്റം പറഞ്ഞേൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുവേ. പഥ്യമായുള്ളതു ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന്നു വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താലടിയനുമെത്രയും ചിത്താകുലതയാ വാഞ്ഞുവാഞ്ഞങ്ങിഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവചരണാംബുജം മേ ശരണം കരുണാംബുധേ. ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ട് അളവുദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശ രാക്ഷസന്മായാവിയത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുട സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാൻ. അമാത്യരുമായ വിശാരദന്മാരെന്നു നിർണയം. ചിത്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുവേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നിവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നതെന്നത് ഓർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിലെന്തൊന്നഭിമതമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ. വിഭീഷണനുത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ മതം. നക്തഞ്ചരാന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളേവരുമെന്നു വന്നിടുമോ. നല്ലവരുണ്ടാം അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതിനാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം
നൃപതികൾക്കാശ്രിത രക്ഷണമെന്നു ശാസ്ത്രോക്തിയും. യുദ്ധം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നതുപവന്നമെത്രയും വീരാ വിഭാകരപുത്രാവരികളോ. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവതാതി നീതിജ്ഞവരന്മാരെ. ഉർവീശനായാലവനാശ്രിതന്മാരെ സർവേശ്വരോ രക്ഷേച്ചു നശ്വപജാനവി. രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മാ കേവലം രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങളറിയരുതേതുമേ. മുന്നമൊരു കബോധം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേ വീടിനാൻ. ഉന്നതമായൊരു പാദപാഗ്രേതദാരെന്നൊരു കാട്ടാളനെ ഇതു കൊന്നിടിനാൻ. തന്നുടെ പക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ. തന്നെ മറന്നിരും നീടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും. ദിനേശനും ചെന്നു ചരമാബ്ധി തന്നിൽ മറഞ്ഞിതു. ഖിന്നനായി വന്നു വിശന്നു വിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കപോതവും കൊണ്ടുവന്നാശു കൊടുത്തിതു വന്യയും. തന്നുടെ കയ്യിലിരുന്ന കപോതിയെ വന്യയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ. എന്നതുകൊണ്ടും വിശപ്പടക്കിടാഞ്ഞു പിന്നെയും പീഡിച്ചിരിക്കും കിരാതന്. തന്നുടെ ദേഹവും നൽകിനാനൻപോടു വന്യയിൽ വീണു കിരാതശനാർത്ഥമായി. അത്ര പോലും വേണമാശ്രിത രക്ഷണം. മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൻ. എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ. ഒന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയായി കേതും ഇത് ചൊല്ലി മാനസേ. സുഗ്രീവാ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ. നൂനമെന്നും അറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദീവരദളശ്യാമളം കോമളം ബാണധനുർധരം. സോമബിംബാഭപ്രസന്നമുഖാംബുജം കാമദം കാമോപമം കമലാവരം. കാന്തം കരുണാകരം കമലക്ഷണം. ശാന്തം ശരണ്യം വരണ്യം വരപ്രദം. ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യകവികുലസേവിതം രാഘവം. കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ
സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശ വിനാശന ശ്രീരാമപാദാംബുജം നമസ്തേ സദാ ചണ്ഡാംശുഗോത്രോത്ഭവായ നമോ നമ ചണ്ഡകോദണ്ഡധരായ നമോ നമ പണ്ഡിതഹൃൽ പുണ്ടരീക ചണ്ഡാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്തവേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ വിശ്വോദ്ഭവസ്ഥിതി സംഹാര ഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമ ഭക്തിപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജംഗമാജംഗമഭൂതങ്ങളന്തർബഹിർ വ്യാപ്തനാകുന്നതും ഭവാൻ നിന്മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങളുണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നും അതിനില്ല സംശയം എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നു രമിക്കുന്നിതന്വഹം ആത്മാവിനെ അറിയാൻ നിർണയം ആത്മനി കാണേണമാത്മാനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയുമോർത്താൽ ഒടുക്കമനാത്മനാം ആദികാലേ സുഖമെന്നു തോന്നിക്കുമതേതും വിവേകമില്ലാതവർ മാനസേ ഇന്ദ്രാഗ്നിധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രാജാഹിവാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയമന്തവും ആദിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ചതിസ്ഥൂലനും ഭവാൻ നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശ മാതാവായതും ഭവാൻ സർവദാ സർവധാതാവായതും ഭവാൻ ദർവീകരേന്ദ്രശയനാദയാനിധേ ആദിമധ്യാന്തവിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതനവ്യയനവ്യക്തനദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ പരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരുപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതിപരൻ പുമാൻ സദ്ഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടബാന്ധകൻ ജ്ഞാനിക ത്വത്പാദഭക്തി നിശ്രേണിയ സാനന്ദമാശു സംപ്രാപ്യ രഘുപതേ ജ്ഞാനയോഗാഖ്യസൗധം കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ സീതാപദേ രാമകാരുണികോത്തമ യാതുധാനന്ദകാരാവണാരേഹരേ പാദാംബുജം നമസ്തേ ഭവസാഗരഭീതനാമെന്നെ
രക്ഷിച്ചുകൊള്ളേണമേ. ഭക്തിപരവശനായി സ്തുതിച്ചിടിന തെളിഞ്ഞൂരകുത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുക്തസ്മിതപൂർവമേവമരുൾ ചെയ്തു. ഇഷ്ടമായുള്ളവരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈകതൽപരൻ. ഒട്ടുമേതാപമൊരുത്തൻ എന്നെ കൊണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്കനി. രാമവാക്യാമൃതം കേട്ടു വിഭീഷണനാമോദമുൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായൊരു ധന്യനില്ലൊഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമനായി മറ്റൊരുവനുമില്ല തൽസ്വരൂപം മമ കാണായ കാരണാൽ. കർമ്മബന്ധങ്ങൾ നശിപ്പിപ്പതിനായി നിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹി മേ രാഘവ. ചിത്തേ വിഷയസുഖാശയില്ലേതുമേ. ഉൽപാദപങ്കജഭക്തിരേ വാസ്തുമേ. നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ. ഇഥമാകർണ്യ സംപ്രീതനാം രാഘവൻ നർത്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു. നിത്യം വിഷയവിഷവിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ. ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴ്ക നീ, എന്നാൽ നിനക്കു മോക്ഷം വരും. അത്രയുമല്ലതിനാൽ കൃതമായൊരു ഭക്തികരസ്തോത്രമത്യന്തശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്യും മുക്തി വരും, അതിനില്ലൊരു സംശയം. യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം. എന്നെ കനിവോടു കണ്ടതിൻ്റെ ഫലം ഇന്നു തന്നെ വരുത്തേണമതിന്നു നീ. ലങ്കാധിപനെന്നഭിഷേകവും ചെയ്തു ലങ്കാധിപനിവനെന്നഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക. സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം. അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ള വാഴ്കലങ്കാരാജ്യമേവം മമ ജയ. ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യർത്ഥമഭിഷേകം അൻപോടുവാദ്യഘോഷേണ ചെയ്തിടിനാൻ. വമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം. സാധുക്കളും പ്രീതിവുമുണ്ടിടിനാർ. ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആധിവേറിട്ടു ചെയ്തിടിനാരാദരാൽ.
അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാല പുരുഷോത്തമനെ ഭജിച്ചിടിനാർ. ഗന്ധർവ കിന്നരകിം പുരുഷന്മാരും അന്തർമുദാ സിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു ഭേരീനിനാദം മുഴക്കിനാരുംബരും. പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ. പാരേഴു രണ്ടിനും നാഥനായി വാഴുമി ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ. രാവണ നിഗ്രഹത്തിനു സഹായവും മാവോളമാശു ചെയ്യണം ഭവാനിനി. കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ട് സേവയാ സിദ്ധിക്കുമേറ്റമനുഗ്രഹം. സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിനാൻ. സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യമവിടേക്കു ബന്ധുശത്രുക്കളെന്നുള്ളതുമില്ലകേ. ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ. മൂഢത്വമത്രേ നമുക്കു തോന്നുന്നത് ഗൂഢത്രിഗുണഭാവേന മായാബലാൽ. തദ്വശന്മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം. നത്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞിടിന. രാമായ രാമഭദ്രായ രാജീവലോചനായ ദാശരഥേ ജഗന്നാഥായ സീതാപദേ നമഃ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം. ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം. പശ്ചാദ്രാവണ കുംഭകർണനിധനം ഏതദ്ധി രാമായണം. ശ്രീരാമ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീരാമ രാമേതി സമർപ്പയാമി.